തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ വിദ്യാർത്ഥിനിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്ന വാർത്ത വരുന്നുണ്ട്. നിരീക്ഷണത്തിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ക്ലാസ് മുറിയിൽ വെച്ചാണ് ഈ കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ആ കുട്ടിയുടെ ആരോഗ്യനില ഇന്നലെ കുഴപ്പമില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് എക്സേൻ. എന്തായാലും നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ ഇന്നലെ രാത്രി ചെറിയ ECG വേരിയേഷൻ കാണിച്ചു. ആ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ചികിത്സ നൽകാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാറ്റിയത്. എന്നാൽ ഇപ്പോൾ രാവിലെ ഡോക്ടർമാരെത്തി പരിശോധിച്ചു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ വിഷമില്ലാത്ത പാമ്പായിരുന്നു കടിച്ചത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിടാമെന്നുള്ള അറിയിപ്പും ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ചെങ്കൽ UP സ്കൂളിലാണ്. ഈ UP സ്കൂളിൽ ഇന്നലെ 12 മണിയോടുകൂടിയാണ് കുട്ടിക്ക് പാമ്പ് കടിയേൽക്കുന്നത്. ഈ UP സ്കൂളിൽ ഇന്നലെ ക്രിസ്മസ് ആഘോഷമായിരുന്നു. ഈ ആഘോഷത്തിനിടെ ക്ലാസ് മുറിക്കകത്ത് വെച്ചാണ് പാമ്പ് കടിച്ചത്. പക്ഷേ നാട്ടുകാരെല്ലാം പറയുന്ന ഒരു പ്രശ്നം, അത് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി കാണാം, ഈ കൃത്യമായി സ്കൂളിൻ്റെ പരിസരങ്ങളും മറ്റുമൊന്നും വൃത്തിയായി സൂക്ഷിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വലിയ പുല്ലുകളുമെല്ലാം പൊടിച്ച് കിടന്ന് അതെല്ലാം ഇതുവരെ വെട്ടിമാറ്റാതെ വൃത്തിയാക്കാതെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊരു സ്വകാര്യ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇത് കൃത്യമായ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്താത്തതിൻ്റെ ഭാഗം കൂടിയാണ് ക്ലാസ് മുറികളിലേക്ക് ഈ പാമ്പ് എത്താനുള്ള കാരണമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മാനേജ്മെൻറ്റുമായി നമ്മൾ സംസാരിച്ചു. അവർ പറയുന്നത് സാധാരണ 2 മാസം കൂടുമ്പോൾ വൃത്തിയാക്കുന്നതാണ്. പക്ഷേ മഴ വന്ന സാഹചര്യത്തിൽ അതിന് ചെറിയൊരു തടസ്സമുണ്ടായി. അത് യാഥാർത്ഥ്യം അവർ സമ്മതിക്കുന്നുണ്ട്. ഉടൻ തന്നെ ക്ലാസും സ്കൂളിൻ്റെ പരിസരങ്ങളുമെല്ലാം വൃത്തിയാക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗ്യം കൊണ്ട് ഈ വിഷമില്ലാത്ത പാമ്പ് കടിച്ചു. കുട്ടി ആരോഗ്യനിലയെല്ലാം തൃപ്തികരമായി നിൽക്കുന്നു. അതൊരു ആശ്വാസം തന്നെയാണ്. എന്തായാലും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. SKN.